+1 ബിസിനസ് സ്റ്റഡീസിലെ പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്തായിരിക്കും, റിപ്പീറ്റേറ്റീവായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോക്കാം. ഫോംസ് ഓഫ് ഓർഗനൈസിങ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. Public sector enterprises are organized in 3 different forms. The first one is departmental undertaking, public corporations and government company. അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച് കണ്ടെത്തുന്ന എന്താണ്, ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ് ആണ്. ഇത് മാത്രം എത്ര മാർക്കിന്, 3 മാർക്കിന് ചോദിച്ചത് കണ്ടിട്ടുണ്ട്. അതെന്താന്ന് നോക്കാം. Departmental undertaking. Departmental undertaking is a form of public sector enterprises established as a department of the ministry. അപ്പോൾ ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ് എന്ന് വെച്ചാൽ ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആയിരിക്കും. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആർ ഓൺഡ് ആൻഡ് കൺട്രോൾ ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആയിരിക്കും എന്ത്, ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും, ഇതൊക്കെ ഒരു മിനിസ്ട്രീൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും, ഒരു മിനിസ്ട്രി ആയിരിക്കും. അപ്പോൾ ഇത് മിനിസ്ട്രി ആയിരിക്കും ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വേണം എന്ത്, മിനിസ്ട്രി, കൺട്രോൾ ബൈ ദ കൺസേൺ മിനിസ്ട്രി ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ എന്തെടുക്കാം, ഇന്ത്യൻ റെയിൽവേ എടുക്കാം അല്ലേ. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്താണ്, ഒരു പബ്ലിക് എൻ്റർപ്രൈസസ് അല്ലേ. അതുപോലെ ഇത് കൺട്രോൾ ചെയ്യുന്നത് ആയിരിക്കും, ഒരു മിനിസ്ട്രി അല്ലേ. ആ ഒരു മിനിസ്ട്രീൻ്റെ കീഴിലാണ് ഈ ഒരു ഇന്ത്യൻ റെയിൽവേ വർക്ക് ചെയ്യുന്നത് അല്ലേ. ഓക്കെ. പിന്നെ അതുപോലെ എന്താ, ഫിനാൻസ്ഡ് ആൻഡ് കൺട്രോൾ ബൈ ദ ഗവൺമെൻറ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അല്ല, മാനേജ്ഡ് ബൈ ദ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഓർ എംപ്ലോയീസ്. അതുപോലെ ഇത് മാനേജ് ചെയ്യുന്നത് ആയിരിക്കും, ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരിക്കും അല്ലേ മാനേജ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എംപ്ലോയീസ് നമുക്ക് ടോപ്പ് ലെവലുള്ള ആളായിരിക്കും, എന്ന് വെച്ചാൽ IAS പോലത്തെ ആളായിരിക്കും. പിന്നുള്ളത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻ വഴി ആയിരിക്കും ഇതൊക്കെ എന്താക്കുന്നത്, ഇതിൻ്റെ ഫണ്ടൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് എന്തായിരിക്കും, ഒരു മിനിസ്ട്രിയുടെ കീഴിലായിരിക്കും. ഇതാണ് ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ്. ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിളാണ് എന്തൊക്കെ, ഇന്ത്യൻ റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, അതുപോലെ ഓൾ ഇന്ത്യ റേഡിയോ ആൻഡ് ദൂരദർശൻ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഒരു എക്സാമ്പിൾ ആയിരിക്കും എന്ത്, ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കുക. നെക്സ്റ്റ് നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ്. ദ ഫസ്റ്റ് വൺ ഈസ് ഫണ്ടിങ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമാണെന്നല്ലേ. ഗവൺമെൻറ് ആണ് ഇത് ഓൺ ആൻഡ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫണ്ട് എങ്ങനെയായിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്, ഗവൺമെൻറ് ആയിരിക്കില്ലേ ഇതിൻ്റെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് എങ്ങനെ, ബഡ്ജറ്റിലൂടെ ഇതിൻ്റെ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫണ്ട് നമുക്ക് കിട്ടുക, ഗവൺമെൻറ് ട്രഷറി വഴി നമുക്ക് ഇതിൻ്റെ ഫണ്ട് കിട്ടുന്നതായിരിക്കില്ലേ. അപ്പോൾ ഗവൺമെൻറ്റിന് എങ്ങനെയാണ് നമുക്ക് ഫണ്ട് കിട്ടുക, നമ്മൾ ഈ പബ്ലിക് പീപ്പിൾ കൊടുക്കുന്നതാണല്ലേ. എന്ന് വെച്ചാൽ നമുക്ക് GST അതുപോലെ തന്നെ ടാക്സ് ഇവയൊക്കെ വഴി ഗവൺമെൻറ് എന്താക്കും, ഫണ്ട് കിട്ടും. ആ ഫണ്ട് എന്താക്കും, നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ഈ ബഡ്ജറ്റിൽ നമുക്ക് നമ്മൾ ആവശ്യം എന്താണോ ആവശ്യത്തിന് വേണ്ട ഫണ്ട് അലോക്കേറ്റ് ചെയ്യും. ഇപ്പോൾ റെയിൽവേ ആണെങ്കിൽ റെയിൽവേക്ക് എന്താക്കും, ഇത്ര കോടി റെയിൽവേക്ക് അലോക്കേറ്റ് ചെയ്ത്, ആ അലോക്കേറ്റ് ചെയ്ത ഫണ്ട് എങ്ങനെ കിട്ടും, ഡയറക്റ്റ് ആയിട്ട് കിട്ടുക ഇല്ല, അതൊരു ഗവൺമെൻറ് ട്രഷറി വഴി നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തതാണെന്ത്, ഓഡിറ്റ് കൺട്രോൾ. അപ്പോൾ ഓഡിറ്റ് കൺട്രോൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഓഡിറ്റ് റീചെക്ക് ചെയ്യല്ലേ, നമുക്ക് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കുക. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും ഇതൊക്കെ നടക്കുക അല്ലേ. നമുക്ക് ഒരു എന്താണോ നമ്മുടെ പ്രൊജക്റ്റ്, ആ ഒരു പ്രൊജക്റ്റിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതുണ്ടെങ്കിൽ അതൊക്കെ റീചെക്ക് ചെയ്യുക. എന്നിട്ട് എന്താക്കും, ഇതിൻ്റെ കൺട്രോൾ ഫുൾ ആരുടെ കൈമേലായിരിക്കും, ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കില്ലേ. എന്നിട്ട് ഗവൺമെൻറ് അതുവഴി ഡിസിഷൻസ് എടുക്കുന്നു. ദ തേർഡ് പോയിന്റ് ഈസ് എംപ്ലോയീസ്. എംപ്ലോയീസ് എന്ന് പറയുന്നത് ആരായിരിക്കും, ഒരു ഗവൺമെൻറ് സർവൻ്റ് ആയിരിക്കില്ലേ. എന്ന് വെച്ചാൽ IAS അതുപോലെ ടോപ്പ് ലെവലിലുള്ള ആളായിരിക്കും ഇതിൻ്റെ എംപ്ലോയീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ കൺട്രോൾ ആരാണ് ചെയ്യുന്നത്, മിനിസ്ട്രിയാണ് ഈ ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന നെക്സ്റ്റ് പോയിന്റ് മിനിസ്ട്രി ഓഫ് കൺട്രോൾ. അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് കൺട്രോളിൽ ആരുണ്ട്, മിനിസ്ട്രീൻ്റെ ഒരു ഡയറക്റ്റ് കൺട്രോൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ എന്തായിരിക്കും,
റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫുള്ള് ആർക്കായിരിക്കും? ഇതിൻ്റെ ഒരു മിനിസ്ട്രി ആയിരിക്കും ഇല്ലേ? അപ്പോൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ ആ ഒരു എക്സ്പ്ലനേഷൻ ആർക്ക് കൊടുക്കണം? പബ്ലിക്കിന് ആർക്ക് കൊടുക്കണം? മിനിസ്ട്രിക്ക് കൊടുക്കേണ്ടി വരില്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെയിൽവേ തന്നെ കേസ് എടുക്കല്ലേ, റെയിൽവേയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ട്രെയിൻ ലേറ്റ് അല്ലെങ്കിൽ ട്രെയിൻ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഒക്കെ സംഭവിച്ചു, അപ്പോൾ അതിനുള്ള എക്സ്പ്ലനേഷൻ പബ്ലിക്കിന് ആര് കൊടുക്കണം? ആ ഒരു മിനിസ്ട്രി കൊടുക്കണം അല്ലേ? ഇന്ന കാരണം കൊണ്ടാണ് സംഭവിച്ചത്, ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണം, അതൊക്കെ പറഞ്ഞിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് ഏതൊക്കെ പഠിച്ചത്? ഫണ്ടിങ്, ഓഡിറ്റ് കൺട്രോൾ, എംപ്ലോയീസ്, മിനിസ്ട്രി കൺട്രോൾ ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇനി നമ്മൾ നോക്കാവുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ നോക്കി. ഇനി ഇതിൻ്റെ മെറിറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മെറിറ്റ്സ് എന്ന് പറയുന്നതിന് ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും? കൺട്രോൾ ഓഫ് പാർലമെൻറ്റ്. കൺട്രോൾ ഓഫ് പാർലമെൻറ്റ്, ഒരു പാർലമെൻറ്റിൻ്റെ കൺട്രോൾ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു മിനിസ്ട്രീൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മിനിസ്ട്രി എന്തെങ്കിലും ഒരു ബില്ലുണ്ടാക്കി അതെന്താക്കണം? പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം. പാർലമെൻറ്റിലെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും പാസ്സാക്കിയാലാണ് എന്താക്കുക? ഈ ഒരു ബില്ല് അപ്രൂവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കണം? ഇതിൽ പാർലമെൻറ്റിൻ്റെ കൺട്രോൾ ഇല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് കൺട്രോൾ ഓഫ് പാർലമെൻറ്റ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പുതിയൊരു ബില്ലറ്റ് ഉണ്ടാക്കിയാൽ അതെന്താക്കണം? പാർലമെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യണം. ദ സെക്കൻഡ് പോയിന്റ് ഈസ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ പബ്ലിക് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, പബ്ലിക്കിന് ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലേ? പബ്ലിക്കിന് എന്തായിരിക്കണം? ആ ഒരു ഇപ്പോൾ പബ്ലിക് എൻ്റർപ്രൈസസ് അതിനെക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായതുകൊണ്ട് എന്തായിരിക്കും? ജനങ്ങളായിരിക്കും ഇതിൻ്റെ ഫണ്ടൊക്കെ, ജനങ്ങളല്ല ഇതിൻ്റെ ഫണ്ടൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നത്. ജനങ്ങളെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ആ ഒരു ഫൈനാൻസ് മിനിസ്റ്റർ ഇതിൻ്റെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനുള്ള അവകാശം ഉണ്ടാവില്ലേ? എന്താണ് ഇതിനെക്കുറിച്ചുള്ളത്, എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ, എന്താണ് ഇതിൻ്റെ ദോഷങ്ങൾ, ഇതൊക്കെ എന്തായിരിക്കണം? പബ്ലിക്കിന് അറിയാനുള്ള ഉത്തരവാദിത്തമുണ്ട് അല്ലേ? പിന്നെ സോഴ്സ് ഓഫ് റവന്യൂ ടു ഗവൺമെൻറ്. പിന്നെ ഇതിൻ്റെ വരുമാന സ്രോതസ് എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? ഗവൺമെൻറ് ആയിരിക്കും അല്ലേ? ഗവൺമെൻറ് ആണ് ഇതിൻ്റെ വരുമാന സ്രോതസ് നിശ്ചയിക്കുന്നത്. അതെങ്ങനെയാണ് ഗവൺമെൻറ് നിശ്ചയിക്കുക? ആ ഒരു ഗവൺമെൻറ് ട്രഷറി വഴി ഇതിൻ്റെ വരുമാനം എത്തിക്കുന്നുണ്ട്. പിന്നെ ദ ലാസ്റ്റ് വൺ ഈസ് നാഷണൽ സെക്യൂരിറ്റി. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായതിനെ കൂടെ നമുക്ക് എന്താക്കാം? 100% ഇത് നമുക്ക് വിശ്വസിക്കാം അല്ലേ? ഇതിൽ ഒരു സ്കാമും ഉണ്ടായിരിക്കില്ല, അതുപോലെ ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ഒന്നും നടക്കൂല. ഇതിനെ നമുക്ക് ഫുൾ സെക്യൂർഡ് ആയിരിക്കില്ലേ? ഇതിനെ നമുക്ക് 100% വിശ്വസിക്കാം ഗവൺമെൻറ്റിൻ്റെ ഇതാനെ കൊണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. മെറിറ്റ്സ് എന്ന് പറയാം, ഇതിന് അഡ്വാൻറ്റേജസ് എന്ന് പറയാം, ഇതാണ് ഇതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ഏതെല്ലാം? ഫസ്റ്റ് വൺ കൺട്രോൾ ഓഫ് പാർലമെൻറ്റ്, പബ്ലിക് അക്കൗണ്ടബിലിറ്റി, സോഴ്സ് ഓഫ് റവന്യൂ ടു ഗവൺമെൻറ് ആൻഡ് ദ നാഷണൽ സെക്യൂരിറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ ഡീമെറിറ്റ്സ് നോക്കാം. ഡീമെറിറ്റ്സ്, ലിമിറ്റേഷൻ, ഡിസ്അഡ്വാൻറ്റേജസ്, ഇതൊക്കെ പറയട്ടോ. ഇതിൻ്റെ പോരായ്മകളാണ് നോക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഡിലേ ഇൻ ഡിസിഷൻസ് എടുക്കാൻ കാലതാമസം ഉണ്ടാവും അല്ലേ? ഇതിൻ്റെ ലിമിറ്റേഷൻസ് പഠിക്കുക നമ്മൾ എന്താക്കണം? ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനം ആലോചിക്കുക, എന്നാൽ നമുക്ക് വേഗം പഠിക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മളൊരു സർക്കാർ ഓഫീസിൽ പോയി, അപ്പോൾ അവരെന്താ പറയുക? ഇന്ന് MD വന്നില്ല, അതുപോലെ ഇന്ന് സൂപ്രണ്ട് വന്നില്ല, അതുകൊണ്ട് എന്താക്കും? ഇന്ന് ഫയൽ തരാൻ പറ്റില്ല. പിറ്റേ ദിവസം പോയാൽ എന്താ പറയുക? നിങ്ങൾ ഇന്ന് ഇതിൻ്റെ ഒരു കോപ്പി കൊണ്ടുവന്നില്ല. ഇതൊക്കെ പറഞ്ഞ് എന്താക്കും? ഡിസിഷൻസ് എടുക്കുന്നത് ഡിലേ ആക്കില്ലേ? ഓക്കെ, അപ്പോൾ കുറേ ടൈം എടുക്കില്ലേ അത് അപ്രൂവ് ചെയ്ത് വരാനായിട്ട്? അതാണ് ഡിലേ ഡിസിഷൻ. അൺആബിൾ ടു ടാപ്പ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ എന്തായിരിക്കും? അവർക്ക് എന്തായിരിക്കും? ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒന്നും ആവശ്യം അവർക്കില്ലല്ലേ? അവർ ഡെയിലി വരുന്നു, അതുപോലെ തന്നെ അവരെ വർക്ക് ചെയ്യുന്നു, അവർ പോകുന്നു, അവർ ഇതിൽ റിസ്ക് ഒന്നും എടുക്കുന്നില്ല. അതാണ് അൺആബിൾ ടു ടാപ്പ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ബിസിനസ്സിന് ഇതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവരവരുടെ ഡ്യൂട്ടിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നും അറിയേണ്ട ആവശ്യം അവർക്ക് ഇല്ല. കാരണം എന്താ? അവർക്ക് ജോലി ചെയ്താൽ അവർക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം കിട്ടുന്നുണ്ടല്ലേ? ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊന്നും അവർ ആലോചിക്കുന്നില്ല. ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും അല്ലേ? കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്, ടൈം കൺസ്യൂമിങ് ആണ്, കൂടുതൽ ടൈം എടുക്കുന്നു. റെഡ് ടാപ്പിസം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡിസിഷൻസ് ഡിലേ ആവുന്നതാണല്ലേ? ഡേ ടു ഡേ ഓപ്പറേറ്റ് ലീഡ്സ് ടു ഡിലേ ഇൻ ഡിസിഷൻസ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കണ്ടായിരിക്കണം, എന്താക്കുന്നത്? ഡിലേ ആകുന്നു. നമ്മുടെ ഫയൽ എന്താക്കുന്നു? ആ ഒരു ചുവന്ന റിബണിട്ട് മുറുക്കുകയാണ് ചെയ്യുന്നത്. റെഡ് ടാപ്പിസം.
ദ നെക്സ്റ്റ് വൺ ഈസ് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്. അപ്പോൾ എന്താക്കും, നമ്മൾ പറഞ്ഞു ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മിനിസ്ട്രീൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്സ് വരുന്നില്ലേ, ആ ഒരു പൊളിറ്റിക്സിൻ്റെ ആ ഒരു മിനിസ്ട്രീൻ്റെ എന്താക്കും ഇൻട്രസ്റ്റ് കൂടുതൽ എന്തിനാണുള്ളത്, ആ ഒരു ആ ഒരു പ്രൊജക്റ്റിനായിരിക്കും മിനിസ്ട്രി കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് വരുന്നില്ലേ, അപ്പോൾ ഇതിൽ പബ്ലിക്കിനെ പരിഗണിക്കുന്നു വെച്ചാൽ പബ്ലിക്കിൻ്റെ ഒരു ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുന്നത് കുറവായിരിക്കും അല്ലേ. നെക്സ്റ്റ് വണ്ണാണ് കൺസ്യൂമർ നീഡ് ടു ഇഗ്നോർ. കൺസ്യൂമറിനെ വേണ്ട സമയത്ത് എന്താക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. കൺസ്യൂമറുടെ ആവശ്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട സാധനം പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവരെന്താക്കുക ചെയ്യുന്നത്, കൺസ്യൂമറെ ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കും, ഫോർ എക്സാമ്പിൾ നമ്മൾ റെയിൽവേ തന്നെ ആലോചിക്കുക. റെയിൽവേയിൽ എന്താ നമ്മൾ കേൾക്കുന്നില്ല, ഇപ്പോൾ എന്താ റെയിൽവേയിൽ ഈ തിക്കി ഉള്ള ആൾക്കാർ കൊണ്ടുപോകുന്നതില്ലേ, അവർക്ക് അതിന് പകരമായിട്ട് ഒരു ട്രെയിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇല്ല, അതിൽ തന്നെ ആൾക്കാരെ തിക്കി നിറച്ച് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ അവിടെ ശരിക്കും അവിടെ ഒരു ട്രെയിനിൻ്റെ ആവശ്യം കൂടി ഉണ്ട്, അവരത് പരിഗണിക്കുന്നോ, ഇല്ല. അപ്പോൾ ഇതാണ് കൺസ്യൂമർ നീഡ് ഇഗ്നോർഡ്. അപ്പോൾ ഡീമറിറ്റ്സ് ഏതൊക്കെ പറഞ്ഞത്, ഡിലേ ഇൻ ഡിസിഷൻ, അൺഎബിൾ ടു ടാപ്പ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി, റെഡ് ടാപ്പിസം, പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ആൻഡ് കൺസ്യൂമർ നീഡ് ഇഗ്നോർഡ്. അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പബ്ലിക്കിന് വരുന്ന ഷുവറായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ്. ഇത് മേ ബി ഇൻഡയറക്റ്റ് ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഒരു മിനിസ്ട്രീൻ്റെ കീഴിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. താങ്ക് യു.